ഹലോ മുത്തുമണീസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ കണ്ടിട്ട് കുറേ ആയില്ലേ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു നൂഡിൽസ് ആയിട്ടാണ്. ഇൻസ്റ്റൻറ്റ് നൂഡിലാണ്. മെയ്ഡ് ഇൻ കൊറിയനാണ് ഗൈസ്, കൊറിയൻ. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ലുലുവിൽ പോയപ്പോൾ കണ്ടിട്ട് മേടിച്ചതാണ്. എന്തായാലും അവിടുത്തെ നൂഡിൽസൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ നൂഡിൽസിൻ്റെ പേര് പ്രൊണൗൺസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. ഞാൻ കുറേ ഗൂഗിളിലൊക്കെ തപ്പി. അപ്പോൾ അതിൽ ജോങ്ജോമിയോ എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ ശരിക്കും പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയുന്നവർ പറഞ്ഞു തരണുണ്ടോ. അപ്പോൾ ഇതാ മെയ്ഡ് ഇൻ കൊറിയ തന്നെയാണ്. എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. 160 രൂപയാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൽ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീട്ടിലേക്ക് പോവാം. പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ ഇതുപോലൊരു കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നൂഡിൽസിൻ്റെ. പിന്നുള്ളത് ഇങ്ങനെ ഒരു പാക്കറ്റാണ്. ഇതിനകത്ത് സോസ് എന്തൊക്കെയോ കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. അതിൽ സോസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് കുക്കിങ്ങിൻ്റെ. ഡയറക്റ്റായിട്ട് ഒഴിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ആദ്യം ബോയിലിംഗ് വാട്ടറിലേക്ക് ഇത് പാക്കേജ് ഇട്ട് വെക്കണം 1 മിനിറ്റോളം. അതിന് ശേഷം വേണം നമ്മളത് പൊട്ടിച്ചിട്ട് നൂഡിൽസിലേക്ക് ചേർക്കാൻ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അവസാനം എന്താകുമോ എന്തോ അറിയില്ല. അപ്പോൾ നമ്മളത് ആദ്യം ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട്. ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 600 ml വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ചിട്ട് വേണം കേട്ടോ നമുക്ക് നൂഡിൽസ് ഇടാൻ. സാധാരണ നമ്മൾ മാഗി ഉണ്ടാക്കുന്ന വെള്ളവും മാഗിയും അതിൻ്റെ ആ ഒരു പൗഡറും ഒക്കെ കൂടെ ഇട്ടിട്ടാണ് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുക. ഇതങ്ങനെയല്ല. ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ആണെങ്കിലും അതിൻ്റേതായ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൂഡിൽസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്ന് 5 മിനിറ്റ് തിളയ്ക്കണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നൂഡിൽസ് അങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. 5 മിനിറ്റ് ടൈമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ടൈമും കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വെള്ളം ഒന്ന് വാറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സോസ് ഇനി വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വെള്ളം തിളയ്ക്കുന്ന വരെ അതിനകത്ത് കിടക്കട്ടെ. അപ്പോൾ നമുക്ക് നൂഡിൽസ് ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം, വാറ്റിയെടുക്കാം. കുറച്ച് വെള്ളം അതിനകത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 സ്പൂൺ വെള്ളം അതിനകത്ത് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം നമുക്കതിൽ വെച്ചതിന് ശേഷം ബാക്കിയുള്ള വെള്ളമൊക്കെ റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ സോസിൻ്റെ പാക്ക് നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാം കേട്ടോ. 1 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിൻ്റെ പാക്ക് പൊട്ടിക്കാം. പൊട്ടിച്ച് നമുക്ക് അതിനകത്തേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ സോസ്. മിൻഹാജ് സ്മെല്ല് നോക്കിയതാണ് ഗൈസ്. അവനിക്ക് ഈ സ്മെല്ല് അത്ര പറ്റിയിട്ടില്ല. എന്തായാലും നമുക്ക് സോസ് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മലയാളികൾ ഒന്നും മുതലാക്കാതെ വിടാറില്ല ഗൈസ്. തനി മലയാളിയാണ് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്കിതാ 2 ഫോർക്ക് വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണ് വീഡിയോയിലൊക്കെ കണ്ടിരിക്കുന്നത്, നൂഡിൽസ് മിക്സ് ചെയ്യുന്നത്, സോസ് മിക്സ് ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടാവും കഴിക്കാൻ? ടേസ്റ്റ് ഉണ്ടാവുമോ? കപ്പ് നൂഡിൽസ് ഇതിന്റെ കഴിച്ചതല്ലേ, അത് നന്നായിട്ടില്ല. എന്താ എരിവുണ്ട്. അപ്പോൾ മിന്നാജ് ഇതിൻ്റെ കപ്പ് നൂഡിൽസ് ഈ ബ്രാൻഡല്ല കേട്ടോ, പക്ഷേ കഴിച്ചത് വേറെ ഒന്നാണ്. അതും കൊറിയൻ നൂഡിൽസ് തന്നെ ആയിരുന്നു. അവനക്ക് അതിൻ്റെ ടേസ്റ്റ് കാര്യമായിട്ട് അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇതാണ് അപ്പോൾ ഫൈനൽ ലുക്ക്.
എനിക്ക് ടേസ്റ്റ് എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയില്ല. എന്തായാലും മിൻഹാജ് നമുക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. ടേസ്റ്റ് അവൻ പറഞ്ഞു തരും. കഴിച്ച മിൻഹാജ് എങ്ങനെയുണ്ടെന്ന് പറ. ചൂടുണ്ട്, നോക്കിയിട്ട് കഴിക്കും. ആ മതി മതി. എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട്? കൊള്ളാവോ? നീ കപ്പ് നൂഡിൽസ് കഴിച്ച പോലെ ഉണ്ടോ അതോ മാറ്റുണ്ടോ? ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ലല്ലോ, വർത്തിട്ടല്ലേ? അപ്പം മിൻഹാജ് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പറ്റുകയാണെങ്കിൽ. എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ മിൻഹാജ് നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ തന്നു. ഇനിയിപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അവൻ്റെ ടേസ്റ്റും എൻ്റെ ടേസ്റ്റും വ്യത്യാസമുണ്ടല്ലോ. ഈ നൂഡിൽസ് കഴിക്കാനല്ല, എടുക്കാനാണോ വലിയ പാട്. ടേസ്റ്റ് ഉണ്ട് ഇപ്പം. മാഗി, രാമൻ, ഇപ്പിയൊക്കെ കഴിച്ച് വരുന്നവർക്ക് ആ ഒരു മസാലേൻ്റെ ടേസ്റ്റ് പോലെ അല്ല ഇത് സോയയുടെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നമുക്ക് കൊറിയയിൽ പോയി കഴിക്കാൻ എന്തായാലും ഇപ്പം ഒന്നും സാധിക്കില്ല, പറയാൻ പറ്റില്ല കേട്ടോ. ദൈവം വിചാരിച്ചാൽ നടക്കാനും മതി. അപ്പോൾ എന്തായാലും കൊറിയൻ നൂഡിൽസ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ അല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.